നമ്മുടെ ലിയോയുടെ ഫ്രോഗിൽ നിന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ച് മാറ്റിയിട്ട് നമ്മുടെ സ്കൂബി എടുത്തിട്ട് റിയൽ വാല്യൂൻ്റെ അതെല്ലാം അടിച്ചാ. ഒത്തിരി വലുതൊന്നുമല്ല, ഒരു 10-400 ഗ്രാം അടുത്ത് വരുന്ന, 450 ഗ്രാം വരുന്ന ഒരു സാധനം. എന്തായാലും ഈ സാധനമൊക്കെ ഏതായാലും കയറും, നല്ല ഹുക്കപ്പാണെ കയറിയിട്ടുണ്ട്. എന്തായാലും ചെറിയ പറഞ്ഞിട്ടുണ്ട്. പോയി ലൂണ, റിയൽ വാല്യൂൻ്റെ ലൂണയുടെ ഫ്രോഗ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ വലിയ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ഇപ്പോൾ എറിഞ്ഞപ്പോൾ അടിച്ചു. പക്ഷെ കയറി കേട്ടോ, നല്ല ഹുക്കപ്പ് കയറി കേട്ടോ. ഞാൻ വിചാരിച്ചു ഊരി പോകുമെന്ന് വിചാരിച്ചു അതിൻ്റെ അടി കണ്ടപ്പോൾ, പക്ഷെ മീൻ കയറി കേട്ടോ. എന്നോട് നമ്മുടെ ബ്രോ ശ്യാം പറഞ്ഞ പോലെ തന്നെ, തിരുവല്ല ടാക്കിൾ ലാൻഡിലെ ശ്യാം പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് കയറി. ഇത് കണ്ടതിൻ്റെ കൗതുകത്തിന് മേടിച്ചതാ. കുഴപ്പമില്ല, മീൻ കയറി. ആ ചെരുപ്പുണ്ട്, നല്ല ഹൂക്കപ്പുമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിലപ്പോൾ നമ്മളെ മീനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ മീൻ പിടയ്ക്കുമ്പോൾ ആ ഫ്രോഗ് അങ്ങ് വായി നൂരിപ്പോവും. പക്ഷേ ഈ നല്ലവണ്ണം ഹുക്കായിട്ടുണ്ട്. ഒന്നുണ്ടോ ഈ ഫ്രോഗിനെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ലൂണയുടെ ഫ്രോഗ് അത് അത്യാവശ്യം വലിപ്പമുള്ള 1 കിലോ മേളോട്ട് വരുന്ന മീൻ അടിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയത്ത് ഈ തീരെ പൊടിയൊക്കെ ആണെങ്കിൽ അന്നേരം അടിച്ച് അന്നേരം കയറും. അത് പൊടി ഒരു 1/2-3/4 കിലോ സൈസുള്ളൂ, 1 കിലോ മേളോട്ടുള്ള. എൻ്റെ അനുഭവമാണ്, ഞാൻ ഇന്നിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ. ഒരു മീൻ അടിച്ചായിരുന്നു ഇതിന് തൊട്ട് മുമ്പ്. ഒരു നല്ല അസാധ്യമായ ഒരു മീൻ വന്ന് അടിച്ചു. പക്ഷേ ഇങ്ങോട്ട് ഹുക്കപ്പ് കൊടുത്തതുമല്ല, മീൻ അവിടെ അടിച്ച് കളിക്കുക. അതെൻ്റെ പാട്ടിന് പോയി. നാലാമനെ അടിച്ചിട്ട് നമ്മൾ 4-മന് ആശാൻ ആദ്യം ഒരു ചാട്ടം ചാടിയിട്ട് പിന്നെ ഞാൻ എന്നാ വെച്ച് അടിക്കത്തില്ല എന്ന് വിചാരിച്ചെന്നാൽ റെഡ് ഡ്രൈവ് ചെയ്ത് ഫ്രോഗ് കയറ്റി ഒന്നുകൂടെ എറിയാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് ആശാൻ പുറകെ വന്നു ഒരടിയും കൂടി അടിച്ചു. പാവത്തെ അത്ര വലുതൊന്നുമില്ല, മീഡിയം സൈസ്. ഒരു 400-450 ഗ്രാമോളം. 400 ഗ്രാം, 1/2 കിലോ കാണും. 1/2 കിലോ സൈസ് ഉണ്ട് കേട്ടോ. ഓടി വന്നു. ഇത് നല്ല രസമാണ്. ഇത് പുറകെ വന്ന് നമ്മൾ ഫോളോ ചെയ്ത് അടിക്കുന്നതാണ് നല്ല രസമാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അത് കാണാൻ രസം നമ്മുടെ ഈ ആറ്റിലെ വാഹയാണ്. വാഹയുടെ ഫോളോ അപ്പ് ഭയങ്കരമാണ്. നമ്മൾ കൂടുതലും വരാലിനെ അടിക്കുന്നുണ്ട്. നമ്മൾ ആറ്റിലോട്ട് അങ്ങനെ പോകാറില്ല. നമുക്ക് വരാലിനോടാണ് പ്രിയം. വരാലിനെ പിടിക്കാനാണ് ഇഷ്ടം. ലൂണയുടെ ഫ്രോഗിലെ 3ാമത്തെ വരാൽ കുഴപ്പമില്ല കേട്ടോ, ഹുക്കപ്പാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചെങ്കിലേ നമുക്കതിന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ വേറൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടല്ല. ഞാൻ കണ്ടു, പക്ഷേ ആ റിവ്യൂ കണ്ടു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ വൈഫിനെ ചാക്കിലിട്ടുകൊണ്ട് പോയി അവളെയും കൊണ്ട് മേടിപ്പിച്ചതാണ്. തിരുവല്ല പോയി ടാക്കിൾ ഷോപ്പിൽ ഷാമിൻ്റെ അടുക്കെ പോയി ഇന്നലെ മേടിച്ച് 3 കയറി. ഒരെണ്ണം മാത്രമേ മിസ്സായതുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഹുക്കപ്പിൻ്റെ കുഴപ്പം, സൈഡിൽ നിന്ന് എങ്ങാണ്ട് അടിച്ചിട്ട് പറ്റിയത് അബദ്ധമാണ്. ഇത് 3ാമൻ. ഇന്നലെ വെള്ളം കുറച്ചങ്ങ് അടിച്ച് പറ്റിച്ചായിരുന്നു ഇവർ. അപ്പോൾ മീനെ പോച്ചക്കകത്ത് നല്ല മീനുണ്ടായിരുന്നു, അതെല്ലാം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഞാൻ എറിഞ്ഞു നോക്കട്ടെ, ഇറങ്ങി കിട്ടും മിക്കവാറും. 2000 years later. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോവാം എന്നൊക്കെ പറഞ്ഞ് ഫ്രോഗൊക്കെ മടക്കിയപ്പോൾ നമ്മുടെ ആ പൊറുക്കിയുടെ ഫ്രോഗ് ഉണ്ടായിരുന്നു. പൊറുക്കിയുടെ എൻ്റെ ബോഡി കണ്ടോ, മേളിൽ പോയി, ലൈനേ പോയി. അപ്പോൾ അതെടുത്ത് എറിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം അടിച്ചു കയറി. പൊറുക്കിയുടെ ഫ്രോഗിൽ മറ്റേ ലൂണയും സ്കൂബിയൊക്കെ എടുത്ത് വെച്ചിട്ടെന്ന് പാന്ന് വെച്ചപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ദിവസമായിട്ട് ഇരിക്കുന്നത് എറിഞ്ഞില്ലല്ലോ എന്ന് വെച്ച് എടുത്ത് എറിഞ്ഞതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു മീൻ കുഴപ്പമില്ലാത്ത കയറി. ആ ബോഡി ഉണ്ട്, അത് ഇതിൻ്റെ ഒരു കുഴപ്പം, ഹുക്കായി കഴിഞ്ഞാൽ ബോഡി ലൈനെ കയറും. അത്രയ്ക്ക് സോഫ്റ്റ് അത്. ഇപ്പം ചൂണ്ട പിടിച്ചോണ്ട് മീൻ നമുക്ക് ഇവന് പഞ്ചായത്തിൽ കൊടുത്ത് വികലാംഗ പെൻഷൻ അപേക്ഷ കൊടുക്കണം. അപ്പോൾ അതിന് മുച്ചിറിയാൻ വരാല് കണ്ട്, ചെറിയില്ല, ഇഷ്ടം ചെറിയ വരാൽ, ഇത്രയും ചെറിയില്ല. ഇതുകൊണ്ട് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് വാ തുറന്ന് ഏറെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ മേളി വന്ന് വെട്ടി തീറ്റിയൊന്നും പിടിക്കാനുള്ള ഇതില്ല, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉണ്ട് അപ്പോൾ ഇത് നേരെ മേളോട്ട് പൊങ്ങി ജസ്റ്റ് ചെറുതായിട്ട് വാ തുറന്ന് ചകളക്കൂടെ കളഞ്ഞിട്ട് കാർബൺ ഡയോക്സൈഡ് കളഞ്ഞിട്ട് നേരെ കുത്തനെ താഴിട്ടു. പഴയ കാലത്തെ KSRTC ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മോന്ത ഇരിക്കുന്നുണ്ട് കണ്ടോ. വാ തുറക്കാൻ പറ്റത്തില്ല, ഇത്രേ ഉള്ളൂ, ചെറിയില്ലാത്തതുകൊണ്ട്. നാടൻ്റെ ഒഴിയിലെ 2ാമത്തേത്, മൊത്തം ഇപ്പോൾ 4 എണ്ണം.
പിടക്കാടി അത്ര വലുതൊന്നുമല്ല. പക്ഷേ ആ ഫ്രോഗ് എന്തായാലും മോനെ പൊളിയാണ്. മീൻ അടിച്ചാൽ വിഴുങ്ങുകയും ചെയ്യും, ഹുക്കപ്പ് ആവുകയും ചെയ്യും. പൊളി സാധനം ഫ്രോഗാണ്. മോജോ എന്ന് പറഞ്ഞ ഫ്രോഗ് അത് കേട്ടോ. ഇന്ന് രാവിലെ അടിച്ച മീനാണ്. ഇതിനകത്ത് 3 ഫ്രോഗ് ഉണ്ട്. അതിൽ ഇന്നലെ പോയി മേടിച്ചുകൊണ്ട് വന്ന ലൂണ, ലൂണയിൽ അടിച്ചാണ് ഏറ്റവും കൂടുതൽ മീൻ. 1 2 3 4 4 ലൂണയിലടിച്ച്. 4 അല്ല 5 ലൂണയിലടിച്ചിട്ടുണ്ട്. 5 വരാലും ലൂണയിലടിച്ച്. ബാക്കി 2 ഒന്ന് പൊറുക്കിയയിലും ഒന്ന് നമ്മുടെ സ്കൂബിയയിലും. അതിനെ ലൂണയ്ക്ക് റെസ്റ്റ് കൊടുത്ത ഇടയ്ക്ക്. അത്യാവശ്യം കുഴപ്പമില്ല തന്നെ. അതിൻ്റെ ഓർമ്മയുള്ളൂ തീരെ ചെറുത്. പക്ഷേ ഞാൻ വിടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കണ്ണ് പോയി. ഒരു കണ്ണങ്ങ് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാല് കണ്ടോ. 2 പക്ഷേ ഇതൊക്കെ കയറിയത് നമ്മുടെ ലൂണയിൽ. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം എനിക്ക് 2 മിസ്സായി. അത്യാവശ്യം തലയ്ക്ക് വലുപ്പമുള്ള മീൻ മിസ്സായി. അതായത് 1 കിലോ റേഞ്ച് വരുന്ന മീനാണെന്ന് തോന്നുന്നു. നല്ല ലോഡുണ്ടായിരുന്നു. അത് ലൂണയിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. ഈ സൈസൊക്കെ നല്ലോണം കയറുന്നുണ്ട്. ഇതിൽ 5 ഈ വലുതെല്ലാം അത് ലൂണ കയറിയത്. ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴേലും അടിച്ച് കയറും. വിഴുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും കയറുമെന്ന് തോന്നുന്നു.